ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. എന്താ പറഞ്ഞ ലൈക്ക് പടം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഞാൻ ഇതുവരെ അച്ഛന്റെ ചെറുപ്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ, 2 സിനിമയില്, ലവൻ സിംഗ് കപൂറും മാലിക്കും. എന്നിട്ട് അപ്പൊ എനിക്ക് ഈ മഞ്ഞമ്മൽ ബോയ്സിൽ അഭിനയിക്കാനുള്ള ഒരു ഇത് കോള് വന്നെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചത്, നിനക്കൊക്കെ ആരുടെ എന്റെ ചെറുപ്പം അല്ലാതെ റോള് തന്നെയാ. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. ഇതൊക്കെ അവന്റെ വികൃതിയല്ലേ, വലുതാകുമ്പോ ശരിയായിക്കൊള്ളു. നിനക്കൊക്കെ ആരുടെ എന്റെ ചെറുപ്പം അല്ലാതെ റോള് തന്നെയാ. അതാണ് അച്ഛൻ ചോദിച്ചത് എന്റെ അടുത്ത്. ഇതൊക്കെ എന്ത് അതാണ് അച്ഛൻ ചോദിച്ചത് എന്റെ അടുത്ത്, വേറൊന്നുമല്ല. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാനുള്ളതാ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോ ഒരു ദിവസം ഗണപതിയുടെ കോള് വരെ എനിക്ക്. ഞാൻ ആദ്യം എടുത്തില്ല, നീ എത്തിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ എത്തിച്ചായിരുന്നു, വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ ഓർത്തിട്ട്. ദൈവമേ കുഴഞ്ഞല്ല. അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു, അങ്ങനെ ചെന്നു, മീറ്റ് ചെയ്തു, എന്റെ ഭാഗ്യവാനേ. സെറ്റായി. ഓക്കെ പറഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എന്റെ ആവശ്യമായി പോയി. വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം വിളിച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കും. മര്യാദ കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ വിടില്ല ഞാൻ. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി, ഇനി അടുത്ത തവണ നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം, കിട്ടുന്നത് വരെ ശ്രമിക്കും. അങ്ങോട്ട് വിളിക്കും. അടി ഞാൻ ലാസ്റ്റ് അവസാനത്തെ ആളായിട്ട് ഒരു പുതിയൊരു പടം വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഡേറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ. അപ്പൊ തന്നെ ജിതു പറഞ്ഞു കുഴപ്പമില്ല, നീ പോയി ചെയ്തോന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല, ഞാൻ ആ പടം വിട്ടിട്ട് ഈ പടത്തിന് വരാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു. പിന്നെ അവിടെ ആയിരുന്നു കുറച്ചാൾ. മറ്റേത് കള്ളമായിരുന്നു. ഏത് ഒറ്റപ്പടം? ഇല്ല, ആര് വിളിക്കാൻ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. മറ്റേത് കള്ളമായിരുന്നു. ഏത് ഒറ്റപ്പടം? ഇല്ല, ആര് വിളിക്കാൻ. ഇവൻ രക്ഷപ്പെടും. ഭീകരനാണവൻ, ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും.